ഭയങ്കര മടിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാനുള്ള ഐഡിയയും സ്കില്ലും ഒക്കെ ഉണ്ട്. പക്ഷേ ഒന്നും തുടങ്ങാൻ കഴിയുന്നില്ല. കാരണം മടി പിടിച്ചിരുന്നു കൊണ്ട് ഒന്നും തുടങ്ങാതെ ജീവിതത്തിൽ ഒരുപാട് ഐഡിയകളും ഒരുപാട് സ്കില്ലുകളും ഒക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ ഒരു മെച്ചപ്പെടലുമില്ലാതെ കഴിയുന്ന കുറേ ആളുകളുണ്ട്. ഇതിനെന്താണ് പരിഹാരം എന്ന് അന്വേഷിച്ചുകൊണ്ട് ധാരാളം മെസ്സേജും വരാറുണ്ട്. അതിനുള്ള ചില പരിഹാരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നാം ചെയ്യേണ്ട ഒന്ന് എന്നത് നമ്മുടെ മടിയെ നാം മനസ്സിലാക്കുക എന്നതാണ്. എന്താണ് നമ്മുടെ മടിക്ക് കാരണം? ഒരുപക്ഷെ പരാജയപ്പെടുമെന്ന ഭയമായിരിക്കാം, അല്ല എങ്കിൽ മറ്റുള്ളവരെന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക, അവരെന്തു കരുതും എന്നൊക്കെ രീതിയിലുള്ള ചിന്തകളാണ് അടിസ്ഥാനപരമായി മടിക്കുണ്ടാകുന്ന കാരണങ്ങൾ. അതുമല്ലാത്ത ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമുക്ക് ഏതു മേഖലയിലാണ് മടിയുള്ളത് എന്നും ആ മടിക്ക് എന്താണ് കാരണമെന്നതും ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് ആദ്യത്തെ ഘട്ടം. നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എങ്കിൽ അതിനെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയും. ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് എങ്കിൽ അതിൻ്റെ A to Z കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആ പ്രശ്നത്തെ ഏറ്റവും എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മടിയുടെ കാരണം, ഏതൊക്കെ മേഖലയിൽ നമുക്ക് മടിയുണ്ട് എന്നും ആ മേഖലയിൽ നമുക്ക് മടി ഉണ്ടാകാൻ എന്താണ് കാരണമെന്നും നാം തിരിച്ചറിയുക. മറ്റൊരു തിരിച്ചറിവ് കൂടി നമുക്ക് വേണം. അതായത് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. നമ്മളാണ് പിന്നീട് അത് ചെയ്യാം, ഇപ്പൊ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. നാം കാലത്ത് എണീറ്റ് ജോഗിങ്ങിനും മറ്റു എക്സസൈസിനും ഒക്കെ പോകാൻ താല്പര്യപ്പെടുകയും രാവിലെ 5 മണിക്ക് അലാറം വെക്കുകയും ചെയ്താൽ നാം ആ അലാറം അടിക്കുന്ന സമയത്ത് ആ അലാറം ഓഫാക്കുന്നത് നമ്മൾ തന്നെയാണ്. അലാറം ഓഫാക്കിക്കൊണ്ട് പുതപ്പിനടിയിലേക്ക് മൂടി പുതച്ച് കിടക്കുന്നത് നമ്മൾ തന്നെയാണ്. അല്ലാതെ മറ്റാരോ, നമ്മുടെ ശത്രുക്കളോ അല്ല എങ്കിൽ മറ്റുള്ള ആളുകളോ നമ്മുടെ റൂമിൽ കയറി വന്ന് അത് അലാറം ഓഫാക്കിക്കൊണ്ട് നമ്മളെ പുതപ്പിട്ട് മൂടി പാട്ടുപാടി ഉറക്കുന്നതല്ല, നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് നാം എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് മടിയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകണം എന്ന ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതുപോലെ നാം മടിയുടെ കാരണങ്ങളായി സ്വാഭാവികമായും അടിസ്ഥാനപരമായി ബേസിക് ആയിട്ടുണ്ടാകുന്ന 2 കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തോറ്റുപോകുമോ, ഞാനത് ചെയ്താൽ അത് ശരിയാകുമോ, ഞാനൊക്കെ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളാണോ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒന്ന്. രണ്ടാമത്, ഞാൻ ഈ വിഷയം ചെയ്താൽ പരാജയപ്പെട്ടാൽ ആളുകൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക എന്നത്, ആളുകളുടെ അഭിപ്രായം എന്തായിരിക്കും. ഞാനൊരു പ്രവർത്തനം തുടങ്ങുമ്പോൾ അവനൊക്കെ വലിയ ആളായി, അവനെ കൊണ്ടൊക്കെ അത് നടക്കുമോ എന്ന രീതിയിൽ നമ്മളെ ഒരു നിസ്സാരക്കാരനായിട്ടും നമ്മളെ ഒരു മോശപ്പെട്ട ആളായിട്ടും ചിത്രീകരിക്കുമോ എന്ന ഒരു ഭയം കൂടിയാണ്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് ചെയ്യുക തന്നെ ചെയ്യും. അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണ് എന്നത് ഞാൻ അതിനെക്കുറിച്ച് ബോധേഡല്ല, എനിക്കതിൽ പ്രശ്നമില്ല. അത് പരാജയമാകട്ടെ വിജയമാകട്ടെ വലിയ സക്സസ് ആകട്ടെ എന്താണ് എങ്കിലും അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല, എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു കൺസേണുമില്ല, ഞാൻ ഈ പ്രവർത്തനം ചെയ്തിരിക്കും എന്ന ഒരു തീരുമാനമെടുക്കുക. ഔട്ട്കമ്മിനെ കുറിച്ച്, ഫൈനൽ റിസൾട്ടിനെ കുറിച്ച്, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ ഈ കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ടത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിക്കാതെ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഒരു ടെക്നിക്ക്. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വലിയ ടാസ്കായി ഒരു വിഷയത്തെ കാണുമ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അത് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ കാണുകയും അതിനോട് ഒരു മടിയും ഒരു മടുപ്പുമൊക്കെ നമ്മളിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു വലിയ ടാസ്ക് ആയിട്ട് അതിനെ കാണാതെ നമ്മളുടെ ലക്ഷ്യം, നമ്മുടെ ഗോള്, നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ അതിനെ ചെറിയ ഘട്ടമാക്കി മാറ്റുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒന്ന് നാം ചെയ്തു തുടങ്ങുക. സ്റ്റാർട്ട് ചെയ്യാനാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ നാം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമുക്കൊരുപാട് വലിയ കാര്യം ചെയ്യാനുണ്ടാകും. ഉദാഹരണത്തിന് ഒരു 100 പുഷപ്പ് ചെയ്യുന്ന
ഒരു സ്കില്ല് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ 2-3 പുഷപ്പ് അത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുക. അങ്ങനെ ഒരു കുറച്ച് ദിവസം അത് റിപ്പീറ്റേറ്റീവ് ആയി ചെയ്യുമ്പോൾ നമുക്കതൊരു ബോറടിക്കാത്ത, ഒരു ഭാരിച്ച വിഷയമായി തോന്നാത്ത ഒന്നായി മാറും. ആ സമയത്ത് അതിൻ്റെ നമ്പർ നമുക്ക് കൂട്ടിക്കൊടുക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ നമ്പർ കൂട്ടിക്കൂട്ടി നമുക്ക് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അതുപോലെ നമ്മൾ മോർണിംഗിൽ എക്സസൈസിലേക്കും മറ്റുമൊക്കെ ഒരു ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ നമ്മൾ വീട്ടിൽ നിന്നോ ഇനി ജിമ്മിൽ പോകാനാണ് എങ്കിൽ അവിടെ നിന്നോ എവിടെ നിന്നാണെങ്കിലും ചെറിയ ചെറിയ എക്സസൈസുകൾ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ചെയ്യുക. അത് നമ്മുടെ ഡെയിലി റൊട്ടീനിൻ്റെ ഭാഗമാകുകയും അത് റിപ്പീറ്റേറ്റീവായി ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകുകയും പിന്നെ അതിനെ കുറച്ച് കുറച്ച് അധികരിപ്പിച്ച് അതിൻ്റെ വലുപ്പം കൂട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ എണ്ണത്തിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ എണ്ണത്തിൽ നമുക്ക് വർധനവുണ്ടാക്കാൻ കഴിയും. ഇതുപോലെയാണ് എല്ലാ വിഷയവും. എന്ത് കാര്യമാണോ നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗം ഒരു 5 മിനിറ്റിൽ അല്ല എങ്കിൽ ഒരു 10 മിനിറ്റിൽ തീരുന്ന നമുക്ക് പ്രയാസമില്ലാത്ത ഒരു ചെറിയ കാര്യമാക്കി ചുരുക്കി ചെയ്ത് അത് തുടങ്ങുകയും അതങ്ങനെ റിപ്പീറ്റേറ്റീവായിട്ട് ഒരാഴ്ചയൊക്കെ അങ്ങനെ പോകുമ്പോൾ നമുക്കതിനെ ഗ്രാജുവലി നമുക്കതിനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാൻ കഴിയുകയും നമ്മുടെ ലക്ഷ്യം നമുക്ക് കരഗതമാക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് മടിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വലിയ ടാസ്കുകളായി ഒരിക്കലും അതിനെ കാണരുത്. ഒരു പ്രയാസമുള്ള കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും അതിനെ കാണരുത്. നേരെ മറിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ എളുപ്പമുള്ള, നമുക്ക് പ്രയാസമില്ലാത്ത, ഹാർഡ് വർക്കിന് വലിയ സാധ്യതയില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. ഏതൊരു വിഷയവും സ്റ്റാർട്ട് ചെയ്ത് കിട്ടുക എന്നതാണ് വലിയ പ്രശ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിച്ചാൽ പിന്നീട് നമുക്ക് മടിയില്ലാതെ വളരെ മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ കഴിയും. പിന്നെ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന മറ്റൊരു ടെക്നിക്കാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അതിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, എനിക്ക് ഇതൊക്കെ താല്പര്യമുള്ള ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ റിപ്പീറ്റ് ആയിക്കൊണ്ട് ചില സമയങ്ങളിൽ അതിന് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷനുകൾ ഓരോന്നോരോന്നായി ചെയ്യുക. ഇപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ സമയത്തു തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുത്തു തയ്യാറാക്കി വെക്കുക. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ ഒന്നുകൂടി മറ്റൊരു കാര്യം അതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക. അങ്ങനെ ഉച്ചയാകുമ്പോൾ മറ്റൊന്നുകൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ 4 മണിക്കാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആ 4 മണിയാകുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഓർമ്മപ്പെടുത്തും, ഇത് നിനക്ക് ചെയ്യാനുണ്ടല്ലോ, ഇത് നീ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണല്ലോ എന്ന രീതിയിൽ. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അത് നമ്മളുടെ സന്തോഷത്തെ, നമ്മുടെ ഇഷ്ടത്തെ, നമ്മുടെ താല്പര്യങ്ങളെ ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. നമുക്ക് ഹാർഡ് വർക്ക് ഒരു പ്രയാസമായി തോന്നുമ്പോൾ ആ പ്രയാസത്തെ അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല, അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. അത് നമുക്ക് എന്താണോ നമുക്ക് എളുപ്പമുള്ളത് ആ പ്രവർത്തനം പ്രവർത്തിക്കാതിരിക്കലാണ് നമുക്ക് എളുപ്പമെന്നത് കൊണ്ട് അതിനേക്കുള്ള എല്ലാ ചിന്തകളെയും സബ് കോൺഷ്യസ് മൈൻഡ് ബ്ലോക്ക് ചെയ്തു വെക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ഞാൻ വലിയ താല്പര്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതെനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളായി നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയുടെ ഒരുപാട് മുന്നേ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കുറച്ച് എഴുതാനാണ് എങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മളൊരു നോട്ട് ബുക്കും ഒരു പേനയും ഒക്കെ എടുത്ത് നമ്മുടെ റൈറ്റിംഗ് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ജഗ്ഗിൽ വെള്ളവും ഒരു ഗ്ലാസും ഒക്കെ അവിടെ റെഡിയാക്കി വെക്കുന്നു. അങ്ങനെ പിന്നീട് ഒരു സമയത്ത് നല്ല ഒരു ചെയറൊക്കെ നമുക്ക് കുറച്ച് കംഫർട്ടായി ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ചെയറിനെ ഒക്കെ നമ്മൾ ഒന്ന് ഒരുക്കി വെക്കുന്നു. അങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ട് നിശ്ചിത സമയ ഇടവേളകളിൽ നാം ഇതിന് ആവശ്യമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കുന്നത് ഇത് ഇവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഇത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് ഇത് ചെയ്യലാണ് ഇവന് സന്തോഷമുള്ളത് എന്ന രീതിയിൽ അത് ചെയ്യാനുള്ള ഒരു ത്വര, ഒരു മോട്ടിവേഷൻ, നമ്മളിൽ നിന്ന് തന്നെ ഒരു ഉൾവിളി
നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സൃഷ്ടിച്ചെടുക്കും. പിന്നീട് നമുക്കറിയാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളിൽ മടി സൃഷ്ടിക്കുന്നതും. നമുക്ക് താല്പര്യമില്ലാത്തല്ല എങ്കിൽ നീ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ന രീതിയിലൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ അവരൊക്കെ എന്താ അതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന രീതിയിലൊക്കെയുള്ള ചിന്തകൾ വരുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുമായി സംസാരിക്കുന്ന സെൽഫ് ടോക്കുകൾ, അതിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് എനിക്കത് കഴിയില്ല, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ പറയും, ഞാൻ തോറ്റുപോകും എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ, അല്ല എങ്കിൽ ഇതൊക്കെ കൂടെ ഞാൻ ചെയ്യണമല്ലോ, ഇത്രയും വലിയ കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് രീതിയിൽ ചിന്തിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇത് നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് എന്ന് നാം മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി സന്തോഷത്തോടു കൂടി നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന വിഷയങ്ങളാണല്ലോ എന്ന രീതിയിൽ നമ്മൾ കഴിയില്ല എന്നുദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടല്ലോ എന്ന രീതിയിലേക്ക് ആ ചിന്തയെ, നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവിലേക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു വലിയ പേപ്പർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കതിന് കുറേ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചില മടികൾ ഉണ്ടാകും. കാരണം ഈ പേപ്പർ നമ്മൾ അവതരിപ്പിച്ചാൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ, ആളുകൾ അതിനെ നമ്മളെ വിലയിരുത്തുമോ, എൻ്റെ അറിവിനെ കുറിച്ച് വിലയിരുത്തുമോ, എൻ്റെ വ്യക്തിത്വത്തെ വിലയിരുത്തുമോ എന്ന രീതിയിലൊക്കെ ചിന്തിച്ചു കൊണ്ടാണ് നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് മടി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കാതെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആളുകൾക്ക് നമ്മുടെ ഐഡിയയെ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ അത് എത്ര വലിയ ടാസ്ക്കാണ് എങ്കിലും ഒരു 10 മിനിറ്റിൽ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന, ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന, യാതൊരു കഠിനാധ്വാനവും ചെയ്യേണ്ട ആവശ്യമില്ലാത്തതായി ചില കാര്യങ്ങൾ അതിലുണ്ടാകും. ആ കാര്യങ്ങളിൽ നിന്ന് നാം തുടങ്ങുക. നമുക്ക് എളുപ്പമുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുക. പിന്നെ പ്രവർത്തിച്ച് തുടങ്ങി അത് അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു പ്രയാസവുമില്ലാതെ നമുക്കത് നമ്മൾ പോലും അറിയാതെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങിയാൽ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ അതിനെ ഹൈക്ക് ചെയ്തുകൊണ്ട് നമ്മളതിനെ ഉയർത്തിക്കൊണ്ട് ആ പ്രവർത്തനത്തെ വളർത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. അതുകൊണ്ട് മടിയാണ് എല്ലാത്തിനും പ്രശ്നമെന്നിരിക്കാതെ, അതിന് പരിഹാരം തേടി നടക്കാതെ ഇങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കിയാൽ, ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ, ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ചെയ്താൽ നിങ്ങളുടെ മടി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രാക്ടീസ് ചെയ്യണം. ഇത് റിപ്പീറ്റേറ്റീവായിട്ട് നമ്മുടെ ദിനചര്യയിൽ നാം ബോധപൂർവം ഉൾപ്പെടുത്തി പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറുമ്പോൾ അത് നമ്മളറിയാതെ അത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നമുക്കെല്ലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ. മടിയില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ പ്രവർത്തിച്ചു തുടങ്ങി അത് സക്സസിലേക്ക് എത്താൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പോസിറ്റീവായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.